ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനുമോളുടെ പയ്യനായ ജീവനോട് സംസാരിക്കാൻ വരുവാണ് ആലോകിനെക്കുറിച്ച്. അപ്പോൾ തന്നെ ചെറിയ പേടിയും ടെൻഷനും ഉള്ളത് കാരണം ആ പയ്യൻ പറയുന്നുണ്ട്, അനുമോള് ഒന്നുകൊണ്ട് വിഷമിക്കാൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി. അപ്പോൾ എന്ത് കാര്യം തുറന്നു പറയാൻ തോന്നും, ധൈര്യമായിട്ട് പറഞ്ഞോ. അത് കേൾക്കുമ്പോൾ അനുവിന് നല്ല കോൺഫിഡൻസ് ആവാണ് കേട്ടോ. അങ്ങനെ അനു പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ശരിയല്ല, ആളൊരു ഫ്രോഡാണ് എന്ന്, ടോക്സിക്കാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാനതങ്ങ് വിട്ടു. ആ ഒരു കാര്യമാണ് എനിക്ക് പറയേണ്ടത്. ഇനി ജീവന് തീരുമാനിക്കാം എന്നെ വേണോ വേണ്ടേ എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇത് പറയാനാണോ ഇത്രയും ടെൻഷൻ അടിച്ചത്? എന്നാൽ അനുമോൾ ഒരു കാര്യം ആലോചിച്ചോ, എനിക്കും കോളേജിൽ പഠിക്കുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് അത് ഇല്ലാതായി. കാര്യം എന്ന് വെച്ചാൽ അവൾ എന്നെ തെറ്റിച്ചിട്ട് പോയി. അവളില്ലാതെ ഒരു ജീവിതമില്ല എന്ന് ഞാൻ വിചാരിച്ച് ഒത്തിരി നാൾ ഡിപ്രഷൻ അടിച്ചൊക്കെ നടന്നു കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇതിലൊന്നും ഒരു കാര്യമില്ല, ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്ന്. അപ്പോൾ അതൊന്നും ആലോചിച്ച് ഇപ്പോൾ അനുമോൾ വിഷമിക്കണ്ട. എന്നെ ഒരാൾ തേച്ചിട്ട് പോയി, നീയാണെങ്കിലോ അവൻ ടോക്സിക് ആണെന്ന് പറഞ്ഞപ്പോൾ നീ അത് ഉപേക്ഷിച്ചു. അപ്പോൾ എന്തായാലും ബ്രേക്കപ്പ് ആയില്ലേ, പിന്നെന്താ? അതുകൊണ്ട് അങ്ങനത്തെ കാര്യമൊന്നും ചിന്തിക്കണ്ട. നമ്മൾ ഇനി പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുമ്പോൾ അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ പോരെ, പഴയതൊക്കെ നമ്മളങ്ങ് വിട്ടുകളയാ. കേട്ടോ, ടെൻഷനൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അവർ പിരിയാണ് കേട്ടോ. അങ്ങനെ അനുമോൾ ഓടി വന്നിട്ട് മീനാക്ഷിയോടും മിത്രയോടൊക്കെ പറയാണ്, ചേച്ചി ജീവൻ നല്ലൊരു പയ്യനാണ് കേട്ടോ, എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒക്കെ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അച്ഛനെ എനിക്ക് വേണ്ടി ആലോചനയായിട്ട് കൊണ്ടുവന്നപ്പോൾ എനിക്ക് അന്ന് ഇഷ്ടമല്ലായിരുന്നെങ്കിലും, പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചേരുന്നൊരു പയ്യനെ തന്നെയാണ് എൻ്റെ അച്ഛൻ എനിക്ക് കൊണ്ടു തന്നതെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാട്ടോ. അങ്ങനെ അലോകാണെങ്കിൽ ആകെ ടെൻഷനായി. അലോകിൻ്റെ ജോലി സ്ഥലത്ത് ആ തടിമില്ലിൽ വന്ന് നിന്നിട്ട് കൂട്ടുകാരോടൊക്കെ സംസാരിക്കണം. എടാ, അവൾ കൈവിട്ട് പോകുന്ന ലക്ഷണമാണ്, പോണെങ്കിൽ അങ്ങ് പോട്ടേടാ എന്ന് കൂട്ടുകാരൻ പറയാണ്ട്. അങ്ങനെ പോണെങ്കിൽ പോട്ടേന്ന് വിട്ടുകളയാനുള്ളതല്ല അവളെ ഞാൻ പുറകെ നടന്ന് വളച്ചെടുത്തത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ. ചില കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടാടാ അങ്ങനെ ചെയ്തത്. എന്നിട്ട് അവളെ എന്നെ തേച്ചിട്ട് പോവാനോ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ, കൃഷ്ണമംഗലത്തെ കാര്യമൊക്കെ. പിന്നെ അതും പോരാഞ്ഞിട്ട് ദേവമംഗലത്തെ നല്ലൊരു അടി കൊടുക്കണമെങ്കിൽ ഇവളെ എനിക്ക് സ്വന്തമാക്കണം. അനുമോളെ വെച്ച് വേണം എനിക്കൊരു കളി കളിക്കാനായിട്ട്. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, എടാ നീ എന്ത് കളി കളിക്കുന്ന കാര്യമാണ് പറയണത്? ഒരുപക്ഷെ നീ ഇതെല്ലാം തരണം ചെയ്ത് അവളെ സ്വന്തമാക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാലേ അവൾ നിന്നെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീരൂലേ? തീരൂല. അതിനുള്ള പണിയെല്ലാം ഞാൻ ഒപ്പിക്കും, നീ നോക്കിക്കോ, നിനക്കെന്നെ അറിയില്ലേ? എടാ അലോകെ, നീ ഓരോ പുലിവാലിലൊന്നും പോയി ചാടല്ലേ. പുലിവാലി പോയി ചാടല്ലെന്നോ? നിനക്കറിയരുതോ നമ്മുടെ കുടുംബത്തോട് ഇവർ എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്തത്? അതിനെല്ലാം നമ്മൾ പകരം വീട്ടാൻ നോക്കിയിട്ട് നടന്നോ? ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ കൃഷ്ണമംഗലത്തെ സ്വത്തെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ എനിക്ക് അനുമോളുണ്ടെങ്കിലേ പറ്റുള്ളൂ. അവളെ മുൻനിർത്തി വേണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാൻ. അതിനിപ്പം നീ എന്ത് ചെയ്യണമെന്നാണ് നീ വിചാരിക്കുന്നത്? അപ്പോൾ ആലോക് പറയണ്ട, എടാ നിനക്ക് ഫോട്ടോഷോപ്പും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതല്ലേ? അതൊക്കെ അറിയാം, പക്ഷെ അതൊക്കെ പഴയ കാര്യമില്ലേ. ഇപ്പോഴത്തെ എയുടെ കാലമായില്ലേ, നിനക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഉപയോഗിച്ച് ചെയ്തു തരാടാന്ന് പറയാം. പിന്നല്ലാതെ നിനക്ക് ചില ജോലി ഏൽപ്പിക്കാം, നീ അതുപോലെ എനിക്ക് തന്നാൽ മതി. ശരിക്കും അത് അനുമോൾക്കുള്ള മുട്ടം പണിയാണ്. അവളെ ഞാൻ എൻ്റെ വരച്ച വരയിൽ നിർത്തിക്കും, നോക്കിക്കോ. നീ എന്ത് പണി ഒപ്പിക്കാനാണ് പോകുന്നത്? അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പം നിങ്ങൾ തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. പിന്നെ എന്ത് കാര്യത്തിന് നീയൊക്കെ എൻ്റെ കൂടെ നിൽക്കുമല്ലോ അല്ലേ, എനിക്കത് അറിഞ്ഞാൽ മതി. അപ്പോൾ കൂട്ടുകാരന്മാർ പറയാം, എടാ എന്ത് കാര്യത്തിനും ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാവും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അത്രയും മതി. ആ ഉറപ്പിന്മേൽ അലോക് അവിടുന്ന് പോവാണ്. അന്ന് രാത്രി നമ്മുടെ ദേവി കട്ടിലിരിക്കുന്ന സമയത്ത് ആനന്ദ് കടയിലെ കണക്കുകളും കാര്യങ്ങളും നോക്കിയിരിക്കുക. ആനന്ദേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, കുറച്ച് സംസാരിക്കണം, സമയമുണ്ടാവോ? എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്, പറഞ്ഞോ. അല്ല ആനന്ദേട്ടാ, അത് വേറൊന്നുമില്ല. ഇപ്പം നമ്മുടെ അനുമോളുടെ കല്യാണത്തിന് അച്ഛൻ 75 പവനും 10 ലക്ഷം രൂപയും കാറും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? എന്താ കുഴപ്പം? നിനക്കെന്താ അതൊന്നും ഇഷ്ടമാവുന്നില്ലേ? അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത്രയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ബാലച്ചൻ്റെ കയ്യിൽ കാശുണ്ടാവുമോ? അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാലച്ചൻ കഷ്ടപ്പെടണ്ടേ? ഇനി ചിലപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് കടവും പലിശയ്ക്കൊക്കെ എടുത്തിട്ടായിരിക്കും നടത്തുന്നത്. ബാലച്ചനോടൊന്ന് സംസാരിക്കണം ആനന്ദേട്ടായി. പിന്നെ ഇത്രയൊന്നും കടം വാങ്ങിക്കുകയും പലിശയൊന്നും വാങ്ങിച്ച് കടക്കാരനാവരുതെന്ന് ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അല്ലെങ്കിൽ അങ്ങനെ എങ്ങാനാണെങ്കിൽ ആനന്ദേട്ടനും ആകാശും ആര്യനും എല്ലാവരും കൂടെ ചേർന്ന് അച്ഛനെ സഹായിച്ചൂടെ? അല്ലാതെ അച്ഛനെ ഒറ്റയ്ക്കിട്ടിങ്ങനെ കഷ്ടപ്പെടുത്തണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ശരി, അപ്പോൾ അതാണല്ലേ. പിന്നെ നീ ഒരു കാര്യം ചെയ്യും, അച്ഛൻ ഇത്രയും കഷ്ടപ്പാടുണ്ടെങ്കിലേ
അങ്ങനെയൊക്കെ നീ ചിന്തിക്കുന്നുണ്ടല്ലേ? നിൻ്റെ അച്ഛൻ വലിയൊരു കോടീശ്വരനല്ലേ, കുറച്ച് പണം ഞങ്ങൾക്ക് തരാൻ പറ, അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. എന്തേടാ കളിയാക്കല്ല, എന്നെ കളിയാക്കുമെന്ന് എനിക്കറിയാം, പിന്നല്ലാതെ. എടി ഫ്രോഡെ, നിന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നീ വലിയ ആളായിട്ട് എന്നെ ഉപദേശിക്കുകയാണെന്ന് ഇങ്ങോട്ട് വന്നേക്കരുത്. നിൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വേറൊരു കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അനിമോളുടെ കല്യാണം വരെയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവിടും, മനസ്സിലായോ? പിന്നെ നിൻ്റെ ഈ ഷോയൊന്നും ഇങ്ങോട്ട് ഇറക്കല്ലേ. ഞങ്ങൾക്കറിയാം ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന്. അവൾ എൻ്റെ അനിയത്തിയാണ്. എൻ്റെ അനിയത്തിക്ക് വേണ്ടി എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് സഹോദരങ്ങൾക്കും അറിയാം, അച്ഛനും അറിയാം. നീ ആരടി ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരാനായിട്ട്? നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ ആനന്ദ് അങ്ങോട്ട് ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ദേവി പെട്ടെന്ന് പറയണം, ആനന്ദേട്ടാ പ്ലീസ് ഉച്ചത്തിൽ സംസാരിക്കല്ലേ, എല്ലാവരും കേൾക്കും, അവരൊക്കെ നമ്മുടെ ഇടയിൽ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കും. എന്തിനാ അവരെ കൂടെ നമ്മൾ അറിയിക്കുന്നത്? എന്തായാലും കല്യാണം വരെയെങ്കിലും നമ്മൾ നല്ല ഹാപ്പിയിലാണ് ജീവിക്കുന്നതെന്ന് മറ്റുള്ളവരൊന്നും അറിയട്ടെ. അതിനുവേണ്ടി നമുക്ക് അഭിനയിച്ചങ്ങ് ജീവിക്കാം, ഒരു കുഴപ്പമില്ല. ശരി എന്ന് പറഞ്ഞ് ആനന്ദ് അങ്ങോട്ട് ഇറങ്ങി പോവാട്ടോ. ദേവി അപ്പുറത്തേക്ക് മാറിയിരുന്നു. ദേവിയും സങ്കടപ്പെട്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ കോളിംഗ് ബെല്ല് കേൾക്കുമ്പോൾ ഗോമതി ചെന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് ലെറ്റർ, കല്യാണ കുറി അടിക്കാൻ വേണ്ടി കൊടുത്തയച്ചിട്ട് അവിടുന്ന് പ്രസ് ചെയ്യുന്നതാണ് വന്നിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഗോമതിക്ക് ഭയങ്കര സന്തോഷമാണ്. ബാലേട്ടാ ഒന്ന് ഇറങ്ങി വന്നേ, ദേ ഇങ്ങോട്ട് വന്നേ, കല്യാണക്കുറിയൊക്കെ വന്നിട്ടുണ്ട്. ആണോ? അങ്ങനെ ഇറങ്ങി വന്നിട്ട് ആ പയ്യനോട് പറയണ്ട. ശരി, ഞാൻ പറഞ്ഞതിൻ്റെ പൈസ ദാ, ഇതിൻ്റെ പിന്നെ നിങ്ങൾ പറഞ്ഞതിനേക്കാളും 500 രൂപ കൂടെ കൂടുതലാണ് ഞാനിതിൽ വച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ പ്രസ്സിലേക്ക് ഞാൻ വരുന്നുണ്ട്, മോളുടെ കല്യാണം പ്രത്യേകം ക്ഷണിക്കാനായിട്ട്, എല്ലാവരും വരണം. ശരി എന്നും പറഞ്ഞ പയ്യൻ യാത്രയാവും കേട്ടോ. അങ്ങനെ കല്യാണക്കുറി അകത്തേക്ക് കൊണ്ടുവന്ന് പൊട്ടിക്കുകയാണ്. അതിനിടയ്ക്ക് എല്ലാവരെയും വിളിക്കുക കേട്ടോ. വീട്ടിലുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ച് നിർത്തിയിട്ടാണ് അത് പൊട്ടിക്കുന്നത്. അതിൽ നിന്ന് ആദ്യത്തെ ലെറ്റർ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഗോമതി പറയണ്ട, അതെ ലെറ്റർ എടുക്കാൻ വരട്ടെ, ആദ്യം നമുക്ക് പൂജാമുറിയിൽ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാം, അതിന് ശേഷമുള്ള ലെറ്റർ എടുത്താൽ മതി. അങ്ങനെ ഗോമതി തന്നെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി വെച്ച് നല്ലപടി എല്ലാം നടത്തിത്തരണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ട് അടുത്തൊരു ലെറ്റർ എടുക്കുക. എല്ലാവരും ഓടി വരുവാ കേട്ടോ. അത് വേണ്ട ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് ഗോമതി ആ രണ്ടാമത്തെ ഒരെണ്ണം എടുത്തിട്ട് ബാലനെ കൊടുക്കാം കേട്ടോ. ബാലൻ തന്നെ ഇത് വായിക്കണം. അങ്ങനെ അതിനകത്തുള്ള ആ ഒരു കല്യാണക്കുറിയിലുള്ള കാര്യം വിശദീകരിച്ച് നമ്മുടെ ബാലൻ എല്ലാവർക്കും വായിച്ച് കേൾപ്പിക്കുക. എന്നിട്ട് ഉപചാരപൂർവ്വം താഴെ വച്ചിരിക്കുന്ന പേരുകളും വ്യക്തമായിട്ട് വായിച്ചു കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ധർമ്മൻ്റെയും സുകന്യയുടെയും പേരാ, അതിനുശേഷമാണ് മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ധർമ്മന് ഭയങ്കര സന്തോഷമാവണം. അങ്ങനെ ഇവരെല്ലാവരും കൂടി അപ്പോൾ ബാലൻ പറയണം, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അവരവർക്ക് ആവശ്യമുള്ള ലെറ്റർ എടുത്തോ, ഫ്രണ്ട്സിനോ വേറെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ എടുക്കാമല്ലോ. ധർമ്മൻ ഓടിപ്പോയി കുറേ വാരി എടുക്കുകയാണ്. എടാ നീ എന്തിനാ ഇത്രയും വാരി എടുത്തത് എന്നും പറഞ്ഞു ഗോമതി. പിന്നെ എനിക്ക് എല്ലാവരെയും വിളിക്കണ്ടേ? ശരിയാണ്, പക്ഷേ ആദ്യം നമുക്ക് എവിടെ നിന്ന് വിളിച്ച് തുടങ്ങണം, ആദ്യത്തെ ആൾ? അപ്പോൾ ഗോമതി പറയണം, ബാലേട്ട ഞാനൊരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കോ? എന്താ നീ പറഞ്ഞോ? ആദ്യത്തെ കത്ത് എൻ്റെ അമ്മയ്ക്ക് കൊടുത്താലോ? ബാലേട്ടന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. എന്താ ഗോമതി അങ്ങനെ പറയുന്നത്? ഞാനും മനസ്സിൽ അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. ആദ്യത്തെ കത്ത് ഇന്ദിരാമ്മയ്ക്ക് തന്നെ കൊടുക്കണം, അത് കഴിഞ്ഞ് മതി മറ്റുള്ളവർക്ക്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം. നമ്മുടെ സുകന്യയുടെ മുഖം ഉണങ്ങി വക്രിച്ച് പോവാട്ടോ ഇത് കേൾക്കുമ്പോൾ തന്നെ. അങ്ങനെ സുകന്യയുടെ ബന്ധുക്കളെയൊക്കെ വിളിക്കണ്ടേ? വിളിക്കണം, അത് ഞാൻ വിളിച്ചോളാം. അത് ശരി. പിന്നെ ആകാശ് പറയുന്നുണ്ട്, അതെ അങ്കിളിനെയൊക്കെ ഞാൻ വിളിച്ചോളാം കേട്ടോ, മീനാക്ഷിയുടെ അച്ഛനെയൊക്കെ. ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോഴാണ് പെട്ടെന്ന് ബാലൻ പറഞ്ഞത്, നമുക്ക് ആദ്യത്തെ കത്തും ആദ്യത്തെ വിളിയും നമുക്ക് ഇവിടുത്തെ മൂത്ത മരുമോളെന്ന് പറയുന്നത് നമ്മുടെ ദേവിയല്ലേ, ദേവിയുടെ വീട്ടിൽ പോയി വിളിച്ചാലോ? ഉദയഭാനു സാറിന് തന്നെ ആദ്യത്തത് കൊടുക്കാം എന്നിങ്ങനെ ഗോമതി പറയുമ്പോൾ എല്ലാവരും സമ്മതിക്കുകയാണ്. പെട്ടെന്ന് ആനന്ദ് അങ്ങോട്ട് ചെന്നിട്ട് പറയാം കേട്ടോ, അത് വേണ്ട അതെന്താടാ, അതല്ലേ നാട്ടു നടപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അത് വേണ്ടച്ചാ, ഉദയഭാനു സാറിനേക്കും ഇപ്പം ചെന്ന് കാണാനൊന്നും പറ്റില്ല, അയാൾ ഭയങ്കര തിരക്കിലല്ലേ, അതുകൊണ്ട് ഞാൻ വിളിച്ചോളാം അങ്കിളിനെ. അല്ല അത് ശരിയാണോ? നമുക്ക് എല്ലാവർക്കും കൂടെ ഇപ്പം തന്നെ കുടുംബത്തോടെ പോയി അതേ കല്യാണം വിളിക്കാം. അത് വേണ്ട, കുറി ഇങ്ങ് തന്നേരം ഞാൻ വിളിക്കാം, അങ്കിളിന് അങ്ങനെയൊന്നും ഒരു കുഴപ്പം വരില്ല. ശരി എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ആനന്ദ് ഓടിപ്പതിന്ന് കത്തെടുക്കുക. എന്നിട്ട് തിരിഞ്ഞ് ദേവിയെ നോക്കുക കേട്ടോ. ദേവി മനസ്സിലാലോചിക്കുകയാണ്, ഈ കത്ത് എൻ്റെ അച്ഛൻ്റെ കയ്യിലേക്കോ എൻ്റെ വീട്ടിലേക്കോ എത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആനന്ദേട്ടാ എന്ന് മനസ്സിലും ആലോചിക്കാൻ കേട്ടോ. നിന്നെയൊക്കെ ഞാൻ ഇപ്പം തന്നെ കല്യാണം വിളിച്ചത് തന്നെടി എന്നിങ്ങനെ നമ്മുടെ ആനന്ദും. അത് കഴിഞ്ഞ് ഗോമതിയാണെങ്കിൽ ഒരു കത്തും എടുത്തിട്ട് അപ്പുറത്തെ മതിലിൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുകയാണ്. നോക്കുമ്പോൾ അവിടുന്ന് അച്യുതൻ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്യുതനെ കാണുമ്പോൾ ഒന്നും അറിഞ്ഞു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു പ്രശ്നമൊന്നും വേണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്ദിരാമ്മ ഇറങ്ങി വരുവാണ് കുറച്ച് കഴിഞ്ഞ്. അമ്മയെ കൈകാട്ടി വിളിക്കുകയാണ്. വരുമ്പോൾ എന്താ ഗോമതി? അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട്. അതെ നമ്മുടെ അനുമോളുടെ കല്യാണം ഉറപ്പിച്ചിരുന്നില്ലേ, അതിന് കല്യാണക്കുറി അടിക്കാൻ കൊടുത്തിരുന്നു. ആദ്യത്തെ കത്ത് അമ്മയ്ക്ക് തന്നെയാണ്, ഇത് വാങ്ങണമെന്ന് പറയുമ്പോൾ ഇന്ദിരാമ്മയ്ക്ക് കണ്ണ് നിറഞ്ഞു പോവാ. എന്തിനാ അമ്മയെ കരയണത്? അതല്ല മോളെ, സ്വന്തം ചെറുമോളുടെ
കല്യാണത്തിന് അപ്പുറം ഇപ്പുറം നിന്ന് കത്ത് വാക്കേണ്ട ഗതി. എന്ത് ചെയ്യാൻ, ഞാൻ എന്നും ആലോചിക്കും രണ്ട് കുടുംബവും ഒറ്റയ്ക്കായി നല്ലതായി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നതും സദ്യ കഴിക്കുന്നതും ഒക്കെ ഞാൻ മരിച്ചിട്ടെങ്കിലും അത് നടക്കുമോ ആവോ. അമ്മേ, ഇതൊക്കെ മനഃപൂർവ്വമല്ലല്ലോ, ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോയതല്ലേ, ഒക്കെ ശരിയാവും, നമുക്ക് അറിയാതെ. പിന്നൊരു കാര്യം, കല്യാണത്തിന് ഇവിടെ ആരും വരെയൊന്നുമില്ല, അറിയാമല്ലോ ഇവരുടെ സ്വഭാവമൊക്കെ. ഞാൻ എന്തായാലും വരും, മോള് പേടിക്കണ്ട കേട്ടോ. പിന്നെ ആലോകിൻ്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. ആലോക് അന്ന് ഇതൊക്കെ അറിയാതിരുന്നെങ്കിൽ എന്തായിരിക്കും, ആലോകിൻ്റെ കെണിയിലെങ്ങാനും അവൾ വീണിരുന്നെങ്കിൽ ജീവിതം തന്നെ നശിച്ചു പോയേനായിരുന്നു എന്ന് അമ്മ പറയാട്ടോ. എന്നിട്ട് അവസാനമായിട്ട് ഗോമതിയോട് പറയാം, പിന്നെ നീ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിച്ചോണം കേട്ടോ. എന്താ അമ്മേ, എന്താ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ അതെന്താണെന്ന് പറയാൻ വാതുറക്കുമ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.